എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് ശർമ്മ, കണ്ടംപള്ളി കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് ഒരു ദുർബാധകൾ അടുക്കാതിരിക്കാനും, അല്ല കുട്ടികൾ പേടിച്ച തുള്ളി നിൽക്കുന്നവര്, ബാധ കയറിയവരൊക്കെ ആ ബാധകളൊക്കെ നിഷ്പ്രയാസം ഒഴിഞ്ഞു പോകാനും, അതുപോലെ തന്നെയാണ് നമുക്ക് വീടുകളിലൊക്കെ പൈശാചിക ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രേതോപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ, ബാധകളുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ബാധകളെ കൊണ്ടാണോ, ശത്രുദോഷങ്ങളെ കൊണ്ടാണോ, കരിങ്കണ്ണാണോ, കരിനാവാണോ, എന്ത് പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ ഉള്ളതെങ്കിൽ, നമ്മുടെ കുടുംബപരമായിട്ട് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഓടിച്ച് പമ്പ കടത്തുന്ന ഒരു മാന്ത്രിക അല്ലെങ്കിൽ മന്ത്രവാദപരമായിട്ടുള്ള ഒരു മന്ത്രജപാണ് ഈ പറയുന്നത്. ഈ ജപിച്ചാൽ മാത്രം പോരാ, ഈ ഒരു പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പൈശാചിക മൂർത്തി ആ പരിസരത്തോടു കൂടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏത് ബാധ കയറി നിൽക്കുന്ന ഒരാൾക്കും നിങ്ങൾക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ബൈഹാട്ടാക്കി കഴിഞ്ഞാലൊക്കെ സാധാരണ അവിടെ പണ്ടൊക്കെ ആൾക്കാർ പറയണൊക്കെ കുട്ടി കൊതി പറ്റി അവിടുത്തെ ലീലെടുത്തി ഉപ്പൂതി തന്നപ്പോഴാണ് അത് മാറിയത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സിലെ ഒന്നാണ് ഈ പറയുന്നത്. അതും ഏറ്റവും ഫലമുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് ഉപ്പൂതുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് ഒറ്റയടിക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ കാണാൻ നിൽക്കില്ല. കാരണം ചില ആൾക്കാർക്ക് അതിനൊരു സമയമില്ല, ഒക്കെ അറിയും വേണം, ഒന്നാച്ചെങ്കിൽ സമയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ദുർബാധാപരമായിട്ടുള്ള കുട്ടികൾ, നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ മക്കൾക്കോ എന്ത് പേടിപ്പനി പറ്റി, കൊട്ടഞ്ഞ് പനിക്കുകയാണ്, എന്തോ ഇളക്കം പോലെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രം നിങ്ങൾ ബൈഹാട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പറഞ്ഞു കൊടുക്കാം, ചെയ്തു കൊടുക്കാം. നിങ്ങളുടെ സ്വന്തം കാര്യത്തിനും മക്കൾക്ക് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കാം. ഇത് ചരടായിട്ട് കെട്ടാൻ പറ്റും. ഇത് ചരട് കെട്ടുമ്പോൾ നമ്മൾ സാധാരണ പവിത്രകെട്ട് ഇട്ടാണ് കെട്ടുക. കണ്ടത് പവിത്രക്കെട്ടാണ് കെട്ടേണ്ടത്. നമ്മളിപ്പോൾ ഒരു ജപിച്ചിട്ട് ഒക്കെ ചരട് കെട്ടുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ജപിക്കുന്ന സമയത്ത് സാധാരണ ഇതുപോലത്തെ ഒരു കെട്ടുണ്ടല്ലോ, ഈ കെട്ടല്ല, ഈ കെട്ടില്ലേ, ഈ കെട്ടല്ല. ഈ കെട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലോക്കൽ നമ്മൾ സാധാരണ കെട്ട് ഇതല്ല. ഈ കെട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ ചരട് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇതിങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ ഇങ്ങോട്ട് എന്നിട്ട് തിരിച്ചിട്ട് അടിയിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം പവിത്രമായി. കണ്ടില്ലേ, പവിത്ര കെട്ട്. ഈ കെട്ടാണ് നമ്മൾ കെട്ടേണ്ടത് ജപിച്ചിട്ട്. നോക്കി നോക്കിയാൽ ഇപ്പം മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് കെട്ടാൻ പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒരു പരിപാടിയുമില്ല. കണ്ടില്ലേ, ഈ പവിത്ര മോതിരം എന്നൊക്കെ പറയുന്നതിന്റെ കെട്ടാണിത്. ഈ കെട്ടാണ് വേണ്ടത്. അപ്പൊ അതെന്താണ്, നമുക്ക് ആ മന്ത്ര ചൈതന്യം ഇതിൽ ഒതുങ്ങി നിൽക്കും എന്നുള്ളതാണ്. പവിത്ര കെട്ടിന്റെ ഉള്ളിൽ ആ മന്ത്രത്തിന്റെ എഫക്റ്റ് നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ സങ്കല്പം. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കെട്ട് കെട്ടുമ്പോൾ ആ കെട്ടിന്റെ ഉള്ളിൽ അത് മന്ത്രം നിൽക്കും. അങ്ങനെ ഓരോ കെട്ടിന്റെ ഉള്ളിൽ ആ മന്ത്രം നിൽക്കും എന്നുള്ളതാണ് കൺസെപ്റ്റിലും കാഴ്ചപ്പാടിലാണ് പൂർവികരായിട്ടുള്ള ആളുകൾ ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഈ മന്ത്രം നമ്മൾ എന്താണ് ജപിച്ചിട്ട് ചരടുണ്ടാക്കിയിട്ടും കെട്ടിക്കൊടുക്കാം. അതല്ലെങ്കിൽ എന്താണ്, ഇത് ഭസ്മത്തിൽ ജപിച്ചിട്ട് നമുക്ക് നെറിയിൽ തൊട്ടുകൊടുക്കാം. ഈ തൊട്ടുകൊടുക്കുന്നത് ഇവിടെയാണ് തൊട്ടുകൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടിട്ട് ആ മന്ത്രം ജപിച്ചാലും ഈ ബാധ പമ്പ കടക്കും. അല്ലെങ്കിൽ നമ്മൾ ഭസ്മം ജപിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് എന്താണ് ആ കുറി തൊട്ടോളൂ ഒക്കെ മാറിക്കോളൂന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ധൈര്യമായിട്ട് നല്ല അച്ചിട്ട ഫലമുള്ള ക്രിയകളിൽ ഒന്നാണ് ഇതൊക്കെ. അപ്പോൾ ഇത് എന്താണ് വേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം മന്ത്രം ബൈഹാട്ടാക്കുക. ബൈഹാട്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെല്ലുക. ഇത് ചെല്ലാൻ വേണ്ടി കൈ പിടിക്കുക. ഇത് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ചരടായിട്ട് തുള്ളി നിൽക്കുന്ന ഏത് ബാധയാണെങ്കിലും ഇറങ്ങി ഓടും. അതുപോലെ തന്നെ ഏത് വിറച്ച് നിൽക്കുന്നവർക്കൊക്കെ കുറി തൊടാം. ഇത് പനി, അതുപോലെ തന്നെ കരിങ്കണ്ണ്, കരിനാവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആവും. പിന്നെ കരിങ്കണ്ണിനും ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അരി നെല്ലും കൂടി കയ്യിലെടുത്തിട്ട് 2 തിരിയോ അല്ലെങ്കിൽ 5 തിരി, 1 തിരിയാവാം, 2 തിരിയാവാം, 5 തിരിയാവാം, 7 തിരിയാവാം, 9 തിരിയാവാം, എത്രയാവാം. ഈ എടുത്തതിന് ശേഷം ഈ വ്യക്തികളെ ഒഴിഞ്ഞിട്ടെടുത്തിട്ട് നമ്മൾ പൊതിഞ്ഞിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടിട്ടാലും മതി. ഇതല്ലെങ്കിൽ ഒരു നാളികേരത്തിന്റെ മേലെ ആ 5 തിരി കത്തിച്ചിട്ട് ഈ ഇങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ട് നിലത്ത് എറിഞ്ഞു ഉടച്ചാലും പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു അത്ഭുത സിദ്ധിയുള്ള മന്ത്രപ്രയോഗം.
ഈ മന്ത്രപ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ചെയ്യാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം ഈ ദോഷം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജപിച്ച് ഇത് വശമാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മളിത് ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു 1000 പ്രാവശ്യം ഒന്ന് ജപിച്ചിട്ട് ഈ മന്ത്രം സ്വയം എന്താ വെച്ചാൽ ഒരു തറമാക്കുക. ആ മന്ത്രത്തിൻ്റെതായ ചൈതന്യവും നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിത് പ്രയോഗിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു ചെല്ലിപ്പടിക്കാത്തൊരു സാധനം നമ്മൾ മന്ത്രപ്രയോഗ സമയത്ത് എടുക്കരുത്. അത് അത്രയും അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓം ഹ്രീം രം ചാമുണ്ഡി ദുഷ്ടനിഗ്രഹേ ഹുദ ഹുദ ഹന ഹന ഢം ഢം ഫട്ട് സ്വാഹ. അപ്പോൾ ഓം ഹ്രീം രം രക്തചാമുണ്ഡി ദുഷ്ടനിഗ്രഹ ഹുദ ഹുദ ഹന ഹന ഠം ഠം ഫട്ട് സ്വാഹ. ഇത് നമ്മൾ ജപിക്കുക. ഈ ജപിച്ചിട്ടാണ് നമ്മൾ ഇതാക്കുക. ആ വ്യക്തിയുടെ ഏതൊക്കെ ദോഷമാണോ, എന്തൊക്കെ ദോഷമാണോ, ഏത് തരത്തിലാണോ, എങ്ങനെ വന്നതാണോ എന്നുള്ളതൊക്കെ പരിപൂർണമായിട്ടും ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ ബാധ ആ ഭാഗത്തേക്ക് അടുക്കുകയും ചെയ്യില്ല. അപ്പോൾ അതാണ് വേണ്ടത്. ഇപ്പോൾ ഇതുപോലുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധികളിൽ ഒന്നാണിത്. ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത് നല്ല മനസ്സോടു കൂടിയിട്ടും സർവ്വജനങ്ങൾക്കും ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ അവനവനും തന്നെ ഇതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ ബന്ധനങ്ങളും തടസ്സങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ആയി ഓരോരുത്തരും അലയുമ്പോഴും അതുപോലെ തന്നെ ഓരോരോ ദുരിതങ്ങളിൽ തന്നെ പെട്ട് കരകയറാൻ പറ്റാത്തവർക്കൊക്കെയുള്ള പ്രതിവിധികളിൽ ഒന്നാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒറ്റ രൂപ നാണയം എടുത്ത് ഒഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് ഭണ്ഡാരത്തിലിടാം ഈ മന്ത്രം ജപിച്ചിട്ട്. അതുപോലെ തന്നെ ഈ നാളികേരം ഒഴിഞ്ഞിട്ട് ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആക്ഷൻ എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ മാത്രം നിങ്ങൾ വിളിക്കുക. നമ്മളെ വാട്സപ്പിലൂടെ വിളിച്ചാൽ മാത്രമാണ് നമുക്കിത് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം കോള് എല്ലാവരും വിളിക്കുമ്പോൾ ഈ കോളുകളൊക്കെ നമ്മളതിൽ ഇങ്ങനെ കിടന്നിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ കോളുകളും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തിനാ പിന്നെ നമ്പർ കൊടുത്തെടുക്കണം, ഞങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള പരിഭവം പരാതിയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിളിച്ചു. അതിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു കമ്പനിയുടെ തന്നെ ഏറ്റവും പാർട്ണറായിട്ടുള്ള ഒരാളാണ് നമ്മൾ ഷിബി എന്ന് പറയും. അദ്ദേഹം മാഡം വിളിച്ചിട്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാറ്റിനും ഒരു നമ്പർ കൊടുക്കുമ്പോൾ ആൾക്കാർ വിളിച്ചാൽ കിട്ടൂല, പിന്നെ എന്തിനാണ് ഇത് കൊടുത്തിട്ട് കാര്യം? ഒന്നെങ്കിൽ കെയർ ചെയ്യാൻ പറ്റണ്ടേ, ഒന്നെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങളത് അയക്കാൻ വേണ്ടി പറയുമെന്ന് മാഡം കൂടി എടുത്ത് പറഞ്ഞത് കൊണ്ട് നമ്മളെ സ്വന്തമായിട്ടുള്ളതും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്രെയിൻ വാഷ് എന്ന് വെച്ചാൽ നല്ലൊരു റൂട്ട് അറിയുന്ന ടെക്നോളജി പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ആളാണ് നമ്മൾ ഷിബി എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് ഞാൻ പറയാൻ തന്നെ കാരണം. യഥാർത്ഥത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്കാർ ഇത്രയധികം വിളിച്ചിട്ട് നമ്മളെ ഒരു ബുദ്ധിമുട്ടല്ല, വിളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് വിളിക്കുന്നവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് വിളിക്കുന്നവർ അല്ലെങ്കിൽ കിട്ടാത്തവരൊക്കെ വിളിക്കുന്നവർ അല്ലെങ്കിൽ കിട്ടാത്തവരൊക്കെ വാട്സപ്പിലെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുക. അതിന് വേണ്ട വിവരങ്ങളൊക്കെ നമ്മൾ അതാത് സമയത്ത് തന്നെ നിങ്ങളിലേക്ക് പറഞ്ഞു തരും. വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പം നമ്മുടെ ഈ പ്രതിവിധികൾ എല്ലാവർക്കും അനുഗ്രഹവും ഐശ്വര്യവും ദുരിതപാപ മോക്ഷ ദുരിതങ്ങൾക്ക് അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.